മുള്ളും മുനയും വെച്ച് എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പരിണിതപ്രജ്ഞനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആളൊരു ശുദ്ധഗതിക്കാരനാണ്. ആ മനസ്സിൻ്റെ വെണ്മ പലപ്പോഴും ഭരണപക്ഷം തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. കുടലെടുത്ത് കാണിച്ചാലും അത് വാഴനാരാണെന്ന് പറയുന്ന കാലമാണിത്. പാവം തിരുവഞ്ചൂർ എന്ത് ചെയ്യാൻ? ഈ കഴിഞ്ഞ ദിവസവും തൻ്റെ ഉള്ളിലിരിപ്പ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തിരുവഞ്ചൂർ നിയമസഭയിൽ വെളിപ്പെടുത്തി. ഈ സർക്കാർ നല്ല നിലയിൽ മുന്നോട്ട് പോകണം, ഞങ്ങളുടെ അഭിപ്രായം അതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ? സർക്കാരിന് ഒരു പോസിറ്റീവ് ക്രിറ്റിസിസത്തിനുള്ള മനസ്സില്ലാതെ പോയി. അതാണ് തിരുവഞ്ചൂരിനെ വിഷമിപ്പിക്കുന്നത്. പൂർവ്വകാലത്ത് ആരോ ചെയ്ത കുഴപ്പങ്ങളുടെ പാപഭാരം ചുമക്കുന്ന ധനമന്ത്രി ബാലഗോപാലിനോട് അദ്ദേഹത്തിന് സിമ്പതിയാണ്. എങ്കിലും വിഭവ സമാഹരണത്തിന് നടപടിയില്ലാത്തതിൽ പരിഭവമുണ്ട്. അംഗീകൃത പാർട്ടിയായി CPM-ന് നിൽക്കാൻ സാധിക്കുന്നതിന് രാഹുൽ ഗാന്ധി നൽകിയ സഹായം മറക്കരുതെന്ന അഭ്യർത്ഥനയും ധനവിനിയോഗ ബില്ലിൻ്റെ ചർച്ചയ്ക്കിടെ തിരുവഞ്ചൂർ നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലുണ്ടായ തോൽവിയുടെ കൃത്യമായ കാരണം KK ശൈലജയ്ക്ക് മനസ്സിലായില്ലെങ്കിലും ലീഗ് അംഗം AKM അഷറഫ് ഗവേഷണം ചെയ്ത് കണ്ടെത്തി. സ്വന്തം പാർട്ടിക്കാർ സ്വന്തം പാർട്ടിയോടുള്ള വിരോധം പ്രകടിപ്പിച്ചതാണ് കാരണമെന്നാണ് അഷറഫ് കണ്ടെത്തിയത്. ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത് യഥാർത്ഥത്തിൽ SFI ആണെന്ന് സ്ഥാപിക്കാൻ SFI പ്രാകൃത സംഘടനയാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞതിനെയാണ് അഷറഫ് കൂട്ടുപിടിച്ചത്. ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ അക്രമം കാണിച്ചതിൻ്റെ പേരിൽ പ്രതികളുടെ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതാണ് കോൺഗ്രസ് അംഗം ഉമാ തോമസിനെ വല്ലാതെ ദുഃഖിപ്പിച്ചത്. ഉദ്യോഗസ്ഥരുടെ നടപടിയെ ന്യായീകരിച്ച മന്ത്രിയുടെ നടപടി തെറ്റാണെന്നും അവർ തീർത്തടിച്ചപ്പോൾ സൗമ്യനായ മന്ത്രി K കൃഷ്ണൻകുട്ടി എഴുന്നേറ്റ് നിന്ന് ദീനസ്വരത്തിൽ പറഞ്ഞു, കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞത് ഞാനാണേ എന്ന്. കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന SFIയുടെ പ്രതാപം CPIയെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്നും ഉമാ തോമസ് ഉപദേശിച്ചു. KPCCക്ക് സമകാലീന പ്രസക്തിയുള്ള പുതിയൊരു പേര് നിർദ്ദേശിച്ചത് CPM അംഗം CH കുഞ്ഞാമ്പു ആണ്. കേരള പ്രദേശ് കൂടോത്ര കമ്മിറ്റി എന്ന്. തെയ്യം, കയ്യ്, കാല്, ഹൃദയം തുടങ്ങിയ രൂപങ്ങളാണ് KPCC അധ്യക്ഷൻ്റെ വീടിൻ്റെ കന്നിമൂലയിൽ നിന്ന് കണ്ടെത്തിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഓഫീസിലും DCC ഓഫീസിലും കൂടോത്രം വച്ചിട്ടുണ്ടത്രേ. കേരളം ഒന്നാം സ്ഥാനത്തെത്തിയ കാര്യങ്ങളുടെ പട്ടിക കുഞ്ഞാമ്പു അക്കമിട്ട് പറയുകയും ഭരണപക്ഷ അംഗങ്ങൾ താളത്തിൽ ഡെസ്കിലടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തപ്പോൾ കാതികൻ കഥാപ്രസംഗം നടത്തുന്ന പ്രതീതിയായി നിയമസഭ. നല്ല ഭരണപക്ഷവും നല്ല പ്രതിപക്ഷവും. കുട്ടനാട് തോമസ് K തോമസിന് ആരോടും പരിഭവമില്ല. പക്ഷേ സ്പീക്കർ AN ഷംസീറും ലീഗിലെ PK ബഷീറും ഒക്കെ സഭയിൽ ശത്രുക്കളെ പോലെ ഏറ്റുമുട്ടുമെങ്കിലും പിന്നീട് കാണുമ്പോൾ കൈപിടിച്ച് എത്ര സ്നേഹത്തിലാണ് ഇരിപ്പെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരുപാട് പാലങ്ങൾ തന്നിട്ടുണ്ട്, റോഡുകൾ തന്നിട്ടുണ്ട്, മറ്റൊത്തിരി സംവിധാനങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ ഒന്നിനും പണമില്ല. തോമസ് K തോമസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ മന്ത്രിസ്ഥാനം തന്നില്ലല്ലോ എന്ന് ഭരണപക്ഷത്ത് നിന്ന് ആരോ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് തോമസ് K തോമസ് പറഞ്ഞത്, ചിലർ മന്ത്രി കസേരയിൽ കയറിയിരുന്നാൽ ഇറങ്ങാൻ പാടാണെന്ന്. മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. പൂന്താനത്തിൻ്റെ വരികൾ രമേശ് ചെന്നിത്തല ഉദ്ധരിച്ചത് ധനമന്ത്രി ബാലഗോപാലിൻ്റെ ദുരവസ്ഥ വിവരിക്കാനാണ്. ഐസക് ചെയ്തതിൻ്റെ മാറാപ്പാണ് ബാലഗോപാൽ പേർന്നതെന്ന് ചെന്നിത്തല സഹതപിച്ചു.